ഹായ് ഓൾ, ചത്താപ്പച്ച ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇത് 10 മണിക്കാണ് ഷോ തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു ഇവിടെ ആലപ്പുഴ മാത്രമല്ല, ഒരുപാട് എല്ലാ മേജർ സിറ്റീസിലും, കൊച്ചി നോക്കുകയാണെങ്കിലും കോഴിക്കോട്, മലപ്പുറം എല്ലാം നോക്കുകയാണെങ്കിലും എല്ലായിടത്തും ഒരു 10 മണിയോട് അടുപ്പിച്ച് തന്നെയാണ് ഷോ ഉള്ളത്. ഞാൻ അതിനു മുമ്പ് വേറെ എവിടെയെങ്കിലും ഷോ ഉണ്ടോ എന്ന് നോക്കിയിരുന്നു. പക്ഷേ എല്ലായിടത്തും ഈ ഒരു ടൈമിൽ തന്നെയാണ് എനിക്ക് ഷോ കാണാൻ സാധിച്ചത്. സോ ഈ സിനിമയെ പറ്റി പറയുമ്പോൾ അദ്വൈത് നായരാണ് ഈ സിനിമയുടെ ഡയറക്ടർ. അതുപോലെ നമ്മുടെ മലയാള സിനിമയിലെ യങ് ആക്ടേഴ്സ് ആയിട്ടുള്ള റോഷൻ മാത്യൂസ്, അർജുൻ അശോകൻ, അതുപോലെ വിശാഖ് നായർ, ഇഷാൻ ഷൗക്കത്ത്, ഇങ്ങനെയുള്ള കുറേ യങ് ആക്ടേഴ്സിനെ ചേർത്തിട്ട് വന്നിരിക്കുന്ന ഒരു സിനിമയാണ്. അതുപോലെ തന്നെ നമ്മൾ ഷോർട്ട് ഫിലിംസിലും അല്ലാതെ മറ്റ് സിനിമകളിലൊക്കെ ആയിട്ട് കണ്ടിട്ടുള്ള, സോഷ്യൽ മീഡിയയിലും ഒക്കെ ആയിട്ട് കണ്ടിട്ടുള്ള കുറച്ച് ആക്ടേഴ്സും കൂടി ഈ സിനിമയിലുണ്ട്. ആദ്യം സിനിമയുടെ ടെക്നിക്കൽ ബേസിനെ കുറിച്ച് പറയുമ്പോൾ ടെക്നിക്കൽ ബേസ് എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയണം. ഇതിൻ്റെ DOP ആണെങ്കിലും അതുപോലെ എഡിറ്റിംഗ്, ആക്ഷൻ കൊറിയോഗ്രാഫി, കോസ്റ്റ്യൂംസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മെയിൻ കഥയിലേക്ക് വരുമ്പോൾ കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള ജീവിക്കുന്ന കുറച്ച് ആളുകളുടെ കഥയാണ്. അപ്പം അതിൽ നമുക്കറിയാം, നമ്മളെല്ലാം WWE കണ്ട് വളർന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പം അത് ആ ഒരു ജനറേഷനിൽ എത്രത്തോളം അതൊരു ക്രൈസ് ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. എൻ്റെ എല്ലാം വളരെ കുഞ്ഞിലെ തൊട്ടേ എൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെ എൻ്റെ ചേട്ടന്മാരൊക്കെ കാണുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാനും ഇങ്ങനെ ഇടയ്ക്ക് കാണാൻ തുടങ്ങി. വളരെയധികം നാൾ ഈ WWE ഒക്കെ റിയലാണെന്ന് വിശ്വസിച്ചിരുന്നൊരു കുട്ടിക്കാലമൊക്കെ നമുക്കുണ്ടായിരുന്നു. പിന്നീട് അത് നമുക്ക് മനസ്സിലായി സ്ക്രിപ്റ്റഡ് ആണ്, ആക്ടിങ് ആണെന്നൊക്കെയുള്ള കാര്യം നമുക്ക് മനസ്സിലായി. സോ അതുപോലെ തന്നെ കോസ്റ്റ്യൂം റെസ്ലിംഗ് ആണ് ഇതിനകത്തൊരു മെയിൻ കോണ്ടന്റ് എന്ന് പറയുന്നത്. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് ഈ മൂവി പോകുന്നത്. ബേസിക് ആയിട്ടുള്ള പ്ലോട്ട് എന്ന് പറയുന്നത് കുട്ടിക്കാലത്തെ പിരിഞ്ഞു പോകുന്ന 3 സഹോദരങ്ങൾ എന്ന് നമുക്ക് ടെക്നിക്കലി പറയാൻ സാധിക്കില്ലെങ്കിലും ഇമോഷണലി നമുക്ക് വേണമെങ്കിൽ 3 സഹോദരങ്ങൾ എന്ന് പറയാം. അങ്ങനെയുള്ള 3 സഹോദരങ്ങൾ ഏകദേശം ഒരു 10-15 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒന്നിക്കുന്നു. അങ്ങനെ സിനിമ തുടങ്ങി ഒരുപാട് ക്യാരക്ടേഴ്സിനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒരു കൊച്ചുകുട്ടിയുണ്ട് ഇതിനകത്ത്, നന്നായിട്ട് ആ റോള് കുഞ്ഞ് ചെയ്തിട്ടുണ്ട്. ഇഷാൻ ഷൗക്കത്തിനെയാണ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് നാട് വിട്ടു പോയിട്ട് തിരിച്ചു വരുന്ന ഒരാളാണ് പുള്ളിയുള്ളത്. അതിനുശേഷം നാട്ടിൽ വന്നിട്ട് പിന്നെ അടുത്ത ഒരു ഇൻട്രോ വരുന്നത് നമ്മുടെ അർജുൻ അശോകൻ്റെയാണ്. റോഷൻ മാത്യൂസ് ഓൾമോസ്റ്റ് ഒരു ഇൻ്റർവെൽ കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പം ഇവരുടെ ഈ ഫ്രണ്ട്സ് എല്ലാം പലരും പല വഴിക്കാണ്. അപ്പോൾ ഇവരെല്ലാം യൂണൈറ്റ് ആക്കിപ്പിച്ചുകൊണ്ട് ഇവർക്ക് എല്ലാവർക്കും ജീവിക്കാൻ ഒരു മാർഗ്ഗവും ഒരു പുതിയ പരിപാടി പിടിക്കുന്ന രീതിയിലാണ് ഇവർ ഈ കോസ്റ്റ്യൂം റെസ്ലിംഗ് എന്ന് പറയുന്ന സാധനം പ്ലാൻ ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ മെയിൻ പ്ലോട്ട്. പിന്നീട് അങ്ങോട്ടാണ് കഥ പോകുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മമ്മൂക്ക ഇതിനകത്തുണ്ടോ? പടം തുടങ്ങി ടൈറ്റിൽ കാണിക്കുമ്പോൾ തന്നെ മനസ്സിലാവും മമ്മൂക്ക ഇതിനകത്തുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ പിന്നെ അതിനകത്ത് സസ്പെൻസിൻ്റെ കാര്യമൊന്നുമില്ല. മമ്മൂക്കയെ കാണിച്ചുകൊണ്ടാണ് ടൈറ്റിൽ ഗ്രാഫിക്സിൽ മമ്മൂക്കയെ കാണിച്ചുകൊണ്ടാണ് പടം തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്ത് മമ്മൂക്ക ഉണ്ടോ ഇല്ല എന്നുള്ള ചോദ്യത്തിന് പിന്നെ പ്രസക്തിയില്ല. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ ആദ്യത്തെ ഒരു 1 മണിക്കൂർ പടം അത്യാവശ്യം സ്ലോ പേസിലാണ് പോകുന്നതെന്ന് പറയാം. ആദ്യം ഈ പിള്ളേരുടെ അതായത് ഈ 3 പേരുടെ, ഈ അർജുൻ അശോകൻ, റോഷൻ മാത്യൂസ്, അതുപോലെ തന്നെ ഇഷാൻ ഷൗക്കത്ത്, ഈ 3 പേരുടെ ചൈൽഡ്ഹുഡാണ് ആദ്യം കാണിക്കുന്നത്. ഇപ്പോൾ ഇവർ കുഞ്ഞിലെ റെസ്ലിംഗ് കണ്ട് അടി ഉണ്ടാക്കുക, എടുത്തിട്ട് അടിക്കുക, അങ്ങനെയൊക്കെ നമ്മളെല്ലാം കുഞ്ഞിലെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ആദ്യത്തെ ഈ പിള്ളേരുടെ ഫൈറ്റ് കാണിക്കുമ്പോൾ എന്തോ ഒരു സംഭവം വരാൻ പോകുന്നു എന്ന് നമുക്കൊരു ഫീൽ തരുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പ്രതീക്ഷിക്കുക എന്തോ ഒരു നല്ലൊരു സംഭവം വരാൻ പോകുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്. പക്ഷേ ആ ഒരു സാധനം കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ട് ഇൻ്റർവെല്ലിൽ വരെ വലിയ രീതിയിലുള്ള ഹൈസ് ഒന്നും ഇല്ല. ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പടം പോവുകയാണ്. നമ്മൾ കഴിക്കുന്നത് OTT പോലെ വരുന്ന കുറച്ചൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാം എന്ന് നമുക്ക് തോന്നിക്കുന്ന രീതിയിൽ പതുക്കെയാണ് പടം പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഇൻ്റർവെല്ല് കഴിഞ്ഞ് പിന്നെ പടം ഒന്ന് ട്രാക്കിലായി. ഈ ഇടി തുടങ്ങി കഴിയുമ്പോൾ പിന്നെ അങ്ങോട്ട് ഫുള്ള് കളറാണ്. ആക്ഷൻസ് ഒക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ചടപടാന്നുള്ള നല്ല രസമുള്ള, നമ്മൾ തല്ലുമാലയ്ക്കകത്തൊക്കെ കണ്ട പോലുള്ള ആ ലെവൽ എത്തിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ലെവൽ എത്തിയോന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും നല്ല രസമുണ്ട്. നല്ല വൈബിലുള്ള ചറവറവറാന്നുള്ള ഇടി. എന്നാലും നമ്മളെ ഒരുപാട് അങ്ങോട്ട് ഇമോഷണലി കണക്ട് ചെയ്യാൻ പടത്തിനെ പറ്റിയിട്ടില്ല. പക്ഷെ എന്നാലും ഇമോഷണലി കണക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പടത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടിപ്പിക്കലി പിരിഞ്ഞു പോകുന്ന സഹോദരങ്ങൾ പിന്നെ അവർ ഒന്നിക്കുന്നു. അപ്പോൾ അവർക്കിടയിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് പടത്തിൽ കണ്ടിട്ടുള്ള. അപ്പോൾ അതിലൊരു സഹോദരൻ ചിലപ്പോൾ റോഗാകും, എതിരെയാവും, പിന്നെ അവസാനം ഒന്നിക്കും, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പരിപാടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടിപ്പിക്കൽ കഥാ ബേസിൽ തന്നെയാണ് ഈ പടവും പോകുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, മേക്കിംഗ് ക്വാളിറ്റിയിൽ അവർ ആക്ഷൻ കാര്യങ്ങൾ, സംഭവങ്ങളൊക്കെ നല്ല രസമുണ്ട്. പിന്നെ ക്ലൈമാക്സിനോട് അടുപ്പിച്ചുള്ള കേമിയോ അതൊക്കെ നല്ല പവറായിരുന്നു. പിന്നെ മമ്മൂക്കയുടെ കേമിയോ ഒക്കെ വരുന്ന സമയത്ത് തിയേറ്ററൊക്കെ പൂരപ്പറമ്പായിരുന്നു. ആ ഒരു സമയത്ത് മമ്മൂക്കയുടെ കേമിയോ കാണിക്കുന്ന സമയത്ത് ഭയങ്കര ഒരു ഹൈ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പുള്ളി 1-2 ഡയലോഗൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുറച്ചൊന്ന് ലോ ആയി, നോർമൽ രീതിയിൽ പോയി. അങ്ങനെ മൊത്തത്തിൽ പടം തീരുമ്പോൾ ഒരു കുഴപ്പമില്ലാത്തൊരു അടിപ്പടം കണ്ടൊരു ഫീലുണ്ട്. കുറേ ആക്ഷൻസ്, കുറേ ആക്ഷൻ സീക്വൻസ് കണ്ട ഫീലുണ്ട്. അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു എബോവ് ആവറേജ് സിനിമാ അനുഭവം എന്ന് വേണമെങ്കിൽ പറയാം. എക്സ്ട്രാ സെറ്റപ്പ് ആയിട്ടുള്ള അന്യായ സാധനം എന്ന് പറയുന്ന രീതിയിൽ പ്രതീക്ഷ പോകരുത്. ഈ തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് ഹാഫിൽ ഇൻട്രോയിൽ തൊട്ട് മുമ്പ് ഒരു ഫൈറ്റ് ഉണ്ട്. ആ ഫൈറ്റ് വരെയൊക്കെ നല്ല ലോ ആയിരുന്നു. ആളുകൾ ഇങ്ങനെ ഉറങ്ങിയിരിക്കുകയായിരുന്നു. ആ ഇൻ്റർവെല്ലിന് മുമ്പുള്ളൊരു ഫസ്റ്റ് ഫൈറ്റ്, ആ ഫൈറ്റ് വരുമ്പോൾ തൊട്ടാണ് സംഭവം ഒന്ന് കളറായി, ആളുകൾ എൻഗേജിങ് ആയി, കുറച്ചുകൂടെ സെറ്റപ്പായിട്ട് പടം ആ ഒരു ട്രാക്കിലേക്ക് കയറുന്നത്. നിങ്ങൾ ഒരുപാട് പ്രതീക്ഷ പോകരുത്. പക്ഷെ എന്നാലും ഒരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു, കണ്ടിരിക്കാൻ പറ്റുന്ന നല്ല എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു സിനിമ, വലിയ കുഴപ്പമില്ലാത്തൊരു സിനിമ.
ജസ്റ്റ് ഒരു വൺ ടൈം വാച്ച് പോലെ നിങ്ങൾക്ക് പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. പിന്നെ ഇതിനകത്ത് ആക്ടേഴ്സ് എന്ന് പറയുന്നത് സായ്കുമാർ ഉണ്ട്, നമ്മുടെ റാഫി മെക്കാട്ടിനിലെ റാഫി ഉണ്ട്, ഒരു ആശാൻ എന്ന് പറയുന്ന രീതിയിൽ. സായ്കുമാറിന്റെ റോള് ചെറിയാൻ എന്നാണ്. ചെറിയാന്റെ മോൻ എന്ന് പറയുന്ന ക്യാരക്ടറിലാണ് ഈ വിശാഖ് നായർ വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ തസ്നീഖാൻ ഉണ്ട്, രഞ്ജിനി ഹരിദാസൊക്കെ കേമിയോ വന്നു പോകുന്നുണ്ട് ഈ സിനിമയിൽ. അങ്ങനെ കുറെ അധികം, പിന്നെ ഒരു അറബി ഉണ്ടല്ലോ, മലയാളം സംസാരിക്കുന്ന അറബി, അദ്ദേഹം വന്നു പോകുന്നുണ്ട്. അങ്ങനെ കുറെ ക്യാരക്ടേഴ്സ് കേമിയോ വന്നു പോകുന്നുണ്ട്. ആ ഒരു സീനൊക്കെ അത്യാവശ്യം നല്ല കളർഫുൾ ആയിട്ട് തന്നെ പോയി. പിന്നെ പേരറിയാത്ത പുതിയ കുറെ ആളുകളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഞാൻ പേര് നെറ്റിൽ നോക്കിയിട്ടും കിട്ടിയില്ല, അതുകൊണ്ടാണ് പേര് പറയാത്തത്. ടോട്ടലി ഞാൻ പറഞ്ഞ പോലെ ഒരു വൺ ടൈം വാച്ചായിട്ട് നിങ്ങൾക്ക് പോയി കാണാൻ പറ്റുന്നൊരു സിനിമ. ഒരുപാടൊന്നും പ്രതീക്ഷ പോകണ്ട, എന്നാൽ അത്യാവശ്യം നീറ്റായിട്ടുള്ള ഡീസൻ്റ് ആയിട്ടുള്ള സിനിമ. അതാണ് ചത്തപ്പച്ച.